जिस जात का कुरान में भी जिक्र जली है, वो मेरा नबी मेरा नबी मेरा नबी है। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिहि व सहबिहि अज्मഈन। रज़ानत भागം 5। वल इल्मु अफ़्ज़लु मिन अक़लिन वलौ सबबा लहू कतफ़्ज़ीलि शुहदिन नहली लन्नहली वमन लहुल इल्मु ज़ू अक़लिन वज़ू अक़ली ज़ुल जहली इज़ ला लहू इल्मुन सिवल अक़ली। വൽ ഇൽമു അഫ്ളലു, മതവിജ്ഞാനമാണ് കൂടുതൽ മഹത്തമായത്. മതവിജ്ഞാനത്തിന് വലിയ മഹത്വമുണ്ട്. മിൻ അഖ്ലിൻ, ബുദ്ധിയേക്കാൾ മതവിജ്ഞാനമാണ് കൂടുതൽ മഹത്തമായത്. വലൗ സബബൻ ലഹു, അറിവ് ലഭിക്കാൻ ബുദ്ധി കാരണമാണെങ്കിലും ശരി, ബുദ്ധിയേക്കാൾ മതവിജ്ഞാനമാണ് കൂടുതൽ മഹത്വമുള്ളത്. കത്തഫ്ളീലി ശുഹദിൻ നഹലി, തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനിന്റെ മഹത്വം പോലെ, ലന്നഹലി, തേനീച്ചയുടെ മഹത്വമല്ല, തേനീച്ചയുടെ മഹത്വമല്ല, തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനിന്റെ മഹത്വം പോലെ. ومن له العلم ذو عقل وذو عقل ذو الجهل إذ لا له علم سوى العقل ومن له العلم, ആർക്കെങ്കിലും വിജ്ഞാനമുണ്ടെങ്കിൽ, ദൂ അഖ്ലി, അവന് ബുദ്ധിയുടയവനാണ്, ബുദ്ധിയുടയവനാണ്. വദൂ അഖ്ലി ദുൽ ജഹ്ലി, ബുദ്ധിയുടയവൻ അജ്ഞത ഉടയവനാണ്. ഇദ് ലാ ലഹു ഇൽമുൻ സിവൽ അഖ്ലി, ബുദ്ധിയില്ലാതെ ഒരു അറിവും അവന് ഇല്ലാത്തപ്പോൾ ബുദ്ധിയുടയവൻ അജ്ഞത ഉടയവനാണ്, അവൻ ബുദ്ധിയുടയവനാണ്. ആർക്കെങ്കിലും വിജ്ഞാനമുണ്ടെങ്കിൽ, അപ്പൊ വിജ്ഞാനമുണ്ടെങ്കിൽ അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? വിജ്ഞാനം കരസ്ഥമാക്കാൻ ബുദ്ധി അനിവാര്യമാണെങ്കിലും ബുദ്ധിയേക്കാൾ മഹത്വം ഇൽമിനാണ്. തേനിനുണ്ടാകുന്നത് തേനീച്ച കാരണമായിട്ടാണെങ്കിലും തേനീച്ചയേക്കാൾ മഹത്വം തേനിനാണല്ലോ. വിജ്ഞാനം ഉള്ളവന് ബുദ്ധിയുണ്ടെന്നതിൽ സംശയമില്ല. എന്നാൽ ബുദ്ധി മാത്രം ഉള്ളവൻ വിവരമില്ലാത്തവനാണ്. തേനുള്ള തേനറയിൽ തേനീച്ചയുണ്ടാകും, എന്നാൽ തേനില്ലാത്ത തേനറക്ക് പ്രസക്തിയില്ലല്ലോ. അപ്പൊ അറിവിനാണ് ബുദ്ധിയേക്കാൾ മഹത്വമെന്നാണ് ഇവിടെ കവി ഉപമസഹിതം ഇവിടെ വ്യക്തമാക്കിയത്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതര് ഇതിൽ ഭിന്നാഭിപ്രായക്കാരാണ്. കവി പറഞ്ഞ വീക്ഷണമാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനുള്ളത്. എന്നാൽ ബുദ്ധിക്കാണ് അറിവിനേക്കാൾ ശ്രേഷ്ഠത എന്നാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയത്. ഏതായാലും അറിവ് എന്ന് പറയുന്നത് വലിയ സമ്പാദ്യമാണ്. ആ അറിവ് പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നുകരുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നല്ല നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മളെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ സഹോദര സഹോദരിമാര് കൂട്ടുകുടുംബങ്ങളെ അയൽവാസികൾ നാട്ടുകാര് വീട്ടുകാര് കൂട്ടുകാര് കുടുംബക്കാര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ആലിമീങ്ങള് ധാരാളം മുഅ്മിനീങ്ങള് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ, ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.